പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിലെത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി നാളെ റോഡ് ഷോ നടത്തും. മറ്റന്നാളാണ് പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുന്നത്. ഇവരുമായി വാരണാസിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പ്രധാന സേവകരെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു വാരണാസി? നാളെയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ് ഷോ നടത്തുന്നത്. അദ്ദേഹം മറ്റന്നാൾ 14-ാം തീയതി ഉച്ചയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിന് മുന്നോടിയായാണ് നാളെ ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയും വൈകുന്നേരം ഒരു പടുകൂറ്റൻ റോഡ് ഷോ വാരണാസിയിൽ നടത്തുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാരണാസിയിൽ BJPയുടെ മീഡിയ റൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള മാധ്യമ സെന്ററാണ്, മീഡിയ സെന്ററാണ് ഇന്നിപ്പോൾ വാരണാസിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന ഈ പത്രികാ സമർപ്പണ ചടങ്ങിൽ BJPയുടെ മുഴുവൻ ദേശീയ നേതാക്കളും എത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടാതെ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ എത്തി ഒരു വലിയ പരിപാടിയായി ഈ പത്രികാ സമർപ്പണ ചടങ്ങ് മാറ്റാനാണ് BJPയുടെ ലക്ഷ്യം. അടുത്ത മാസം 1-ാം തീയതി നടക്കുന്ന അവസാന ഫേസിലാണ് വാരണാസി അടങ്ങുന്ന ബെൽറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും വാരണാസി ഒരുങ്ങിക്കഴിഞ്ഞു. വാരണാസി ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ, വൻ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദിയെ വിജയിപ്പിക്കാനും 3-ാം ഊഴം ഉറപ്പിക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലേ? പരമ്പരാഗതമായി തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് വാരണാസി. ഒപ്പം പ്രധാനമന്ത്രി ഇവിടെ എത്തി നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ കൂടി പരിഗണിക്കുമ്പോൾ വാരണാസിയിൽ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിനായി തന്നെ എത്തുന്നില്ല. അദ്ദേഹം പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി ഒരു റോഡ് ഷോ നടത്തുന്നു എന്നതേ ഉള്ളൂ. കാരണം പോൾ ചെയ്യുന്ന വോട്ടിന്റെ ഇരട്ടി പോൾ ചെയ്യുന്ന വോട്ടിന്റെ പകുതിയും നേടിക്കൊണ്ടാണ് BJP കഴിഞ്ഞ 2 തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വാരണാസിയിൽ വിജയിച്ചു കയറിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ തവണയും മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് പ്രധാനമന്ത്രി വിജയിച്ചു കയറുമെന്നതിൽ സംശയമില്ല. അതിനാൽ അത്ര വലിയ പ്രചരണം ഇവിടെ BJP നടത്തുന്നില്ല. പ്രചരണം നടത്താതെ തന്നെ പാർട്ടിക്ക്, പ്രധാനമന്ത്രിക്ക് വലിയ പിന്തുണ നൽകുന്ന ജനങ്ങളാണ് വാരണാസിയിലുള്ളത്. അതിനാൽ നാളത്തെ ഒരു റോഡ് ഷോ മാത്രമാണ് അദ്ദേഹം പ്രചരണം എന്ന രീതിയിൽ ഇവിടെ നടത്തുന്നത്. അതല്ലാതെ തന്നെ അദ്ദേഹത്തിന് വലിയ പിന്തുണയും ഭൂരിപക്ഷവും നൽകുന്ന മണ്ഡലമാണ് വാരണാസി. ശരി, വാരണാസിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.